എനിക്കിവിടെ കളവ് ചിരി വരും. ചിരിപ്പിക്കല്ലേ? ആ ട്രോളായി മാറട്ടെ. ട്രോളാവുമല്ലോ. പറ, ചോദിക്ക്. കോഴിത്തലേ. ഓക്കെ. അപ്പൊ ഇന്ത്യ ഇനി രക്ഷപ്പെടണമെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടി വരണം നിങ്ങളുടെ അഭിപ്രായത്തിലാ? എന്റെ അഭിപ്രായത്തില് എന്താ പറയാ, ഇപ്പം ഭരിക്കുന്ന പാർട്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പങ്ങളേ ഉള്ളൂ. ആര് പറഞ്ഞു? കാരണം അവര് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അങ്ങനത്തെ കാര്യമില്ല. അവരുടെ വിശ്വാസങ്ങൾ മറ്റുള്ള അടിച്ചേൽപ്പിക്കുക. ഹിന്ദു രാഷ്ട്രമായിട്ട് പറഞ്ഞിങ്ങനെ പോവുകയാണ്. ഇന്ത്യ ഒരു സെക്യുലർ കൺട്രിയാണ്. വി ഇന്ത്യൻസ് ആണ്, അല്ലാതെ ഒരു മതവിഭാഗം മാത്രമല്ല, പലരും വന്നു പോയതാണ്. അപ്പോൾ സെക്യുലർ കൺട്രി ആയിട്ട് കണക്കാക്കണം. ആ ഒരു ഇത് പോവുകയാണ്. പിന്നെ കമ്മ്യൂണിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. കമ്മ്യൂണിസ്റ്റും BJP എടുത്ത രണ്ടും, ഞാൻ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ്, പഴയ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ്, ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് അല്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റും BJP രണ്ട് എക്സ്ട്രീമാണ്. വയലൻസ്, കൊല്ലുക, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഞാനൊരു പഴയ കമ്മ്യൂണിസ്റ്റ് അനുഭാവി ആണെങ്കിലും എനിക്ക് തോന്നുന്നു കോൺഗ്രസ് വന്നാൽ നല്ലതായിരിക്കും. കാരണം കോൺഗ്രസ്സിന് ഐക്യമില്ല, പക്ഷെ അവർക്ക് എക്സ്ട്രീമിസ്റ്റ് അല്ല, വയലൻസ് ഇല്ല, വയലൻസ് കൊലപാതകമൊന്നുമില്ല. യൂണിറ്റി വരുമ്പോഴാണ് വയലൻസ് ഇതിൽ വരുന്നത്. കമ്മ്യൂണിസ്റ്റ്, ഞാൻ കമ്മ്യൂണിസ്റ്റ് അനുഭവി ആണെങ്കിൽ ഞാൻ പറയാം, കമ്മ്യൂണിസ്റ്റ് ആയാലും BJP ആയാലും രണ്ടും എക്സ്ട്രീമിസ്റ്റാണ്. പക്ഷെ കോൺഗ്രസ് എക്സ്ട്രീമിസ്റ്റ് അല്ല. അപ്പോൾ രാഹുൽ ഗാന്ധി പോലെ ആൾക്കാർ മാറിക്കൊടുത്ത് സച്ചിൻ പൈലറ്റ് പോലെ ആൾക്കാർ വരികയാണെങ്കിൽ, കോൺഗ്രസ് വരികയാണെങ്കിൽ ഇന്ത്യ രക്ഷപ്പെടും. പക്ഷെ ഞാൻ കോൺഗ്രസ് അനുഭാവിയല്ല. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു ഇനി അവിടെ നടക്കുള്ളൂ. ഇപ്പോൾ ആം ആദ്മി പാർട്ടിയിലിട്ടെങ്കിലും അവർക്കെല്ലാം പൊങ്ങി വരാൻ ടൈം എടുക്കും. ജനുവൻ പാർട്ടിയാണ് നിലവിൽ ഇപ്പോൾ സൊല്യൂഷൻ, അത് മാത്രമേ ഉള്ളൂ, പെട്ടെന്നുള്ള സൊല്യൂഷൻ. കോൺഗ്രസ്സുകാർ കയറി വരണം. അതിന് രാഹുൽ ഗാന്ധി മാറി കൊടുക്കണം. മിടുക്കന്മാരെ യുവാക്കളെ കൊണ്ടുവരണം. മിടുക്കന്മാരായ യുവാക്കൾ ഉണ്ട്. സച്ചിൻ പൈലറ്റ് പോലെ അങ്ങനെ കുറേ ആൾക്കാരിലുണ്ട്, യുവാക്കളുണ്ട്. ഇയാൾ മാത്രമല്ല. അല്ലാതെ മറ്റേ രണ്ടും പ്രശ്നമാണ്. കമ്മ്യൂണിസ്റ്റ് ആയാലും BJP രണ്ടും. കേരളത്തിൽ അടുത്ത് ആര് ഭരിക്കണം? രണ്ടിടത്തും കോൺഗ്രസ് വരണം. രണ്ടിടത്തും കോൺഗ്രസ് വരണം. അത് കേരളത്തിലെ ഭരണം മോശം. കോൺഗ്രസ് ന്യൂട്രൽ പാർട്ടിയാണ്. എനിക്ക് കോൺഗ്രസ് പേഴ്സണലി ഇഷ്ടമല്ലാത്ത പാർട്ടി. പക്ഷേ ഇനി ഇപ്പോഴുള്ള അവസ്ഥയിൽ കോൺഗ്രസ് തന്നെയായിരിക്കും നല്ലത്. കോൺഗ്രസ് വരുന്നത് നല്ലതെന്ന് പറയുന്നത്. കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇപ്പം കേരളത്തിൽ തന്നെ ഏറ്റവും പരാജയപ്പെട്ട് നിൽക്കുന്ന പ്രതിപക്ഷമാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. അത് മുന്നോട്ട് വരണമെങ്കിൽ കോൺഗ്രസ് ഭരിച്ച കാലത്ത് ശരിക്കും പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞ പാർട്ടിയായിരുന്നു ഏറ്റവും ശക്തമായിട്ട് കേരളത്തിൽ. പക്ഷേ ഈ ഒരു ഭരണ കാലഘട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ട ഒരു പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആണെന്ന് ഞാൻ പറയത്തുള്ളൂ. അറിയാം, ഇപ്പൊ നിലവിൽ കുഴപ്പമുണ്ട്. അതുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി സെൻട്രലിലും ഇതിലും വരാത്തത്. അതിന് പുതിയ ആൾക്കാർ വരണം. കോൺഗ്രസിൽ നിന്നുള്ള പല ആൾക്കാർ കമ്മ്യൂണിസ്റ്റിലേക്കും വരുന്നുണ്ട് അല്ലേ? കമ്മ്യൂണിസ്റ്റ് ഓൺലി ഇൻ കേരള ആണോ? ബംഗാളിൽ എവിടെയില്ല. ആൾക്കാർ എങ്ങനെ ഭരിക്കും? ഇപ്പോഴത്തെ കമ്മ്യൂണിസം വളരെ മോശമാണ്. പഴയ കമ്മ്യൂണിസ്റ്റ് ഇഷ്ടമാണ്. EMSും അച്യുതമേനോനുള്ള കാലത്തുള്ള ഇൻട്രസ്റ്റ്. പക്ഷേ ഇപ്പോഴത്തെ കമ്മ്യൂണിസം വളരെ മോശമാണ്. കാരണം ഒരു തുറന്നു പറയാം, മനോരോഗിയിലെ ഗുണ്ടകളാണ്. കാരണം നമ്മളിപ്പോൾ എന്തെങ്കിലും എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നോവ കാർ കൊണ്ട് വീട്ടിൽ നിന്ന് അറ്റാക്ക് ചെയ്യുമെന്ന് പറയാം. ഇവരെ കുറിച്ച് ഒന്നും പറയാൻ പാടില്ല. BJP ആണെങ്കിലും പ്രശ്നമുണ്ട്. എല്ലാരും BJP നോർത്ത് ഇന്ത്യയിലെ ഫ്രീഡം ഓഫ് സ്പീച്ച് എക്സ്പ്രഷൻ ഇല്ല. അല്ല, ഞാൻ കേസ് പറയട്ടെ, എല്ലാവരും ഈ വർത്തമാനം കേൾക്കുമ്പോൾ ആൾക്കാർ വേഗം ആറാട്ടം കോൺഗ്രസ്സുകാരനാണ്. ഞാൻ കോൺഗ്രസ്സുകാരനല്ല, പഴയ കമ്മ്യൂണിസ്റ്റിന്റെ അനുഭാവിയാണ്. അല്ലല്ല, ഞാൻ കേസ് പറയട്ടെ, എല്ലാ രാഷ്ട്രീയ പാർട്ടി എടുത്താലും അതിന്റെ അകത്ത് പോരായ്മകളുണ്ട്. അത് എല്ലാത്തിലും ഉണ്ട്, ഈ ലോകത്ത് എല്ലാത്തിലും ഉണ്ട്. ഞാൻ BJP മാത്രം അങ്ങനെ BJP ചെയ്യുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്, അതറിയോ? ചെയ്യുന്നുണ്ട്. ഇപ്പൊ മോഡിക്കല്ല ഒരുപാട് ഐഡിയാസ്, മോഡിക്ക് നല്ല വിഷൻ ഉണ്ട്. ബുദ്ധിമുട്ടാണ്, കാരണം പലർക്കും പേടിയാണ്. മനസ്സിലായോ? അല്ല, ഇപ്പൊ ഇവിടെ കരുണാന പോലെ ആൾക്കാർ കുറച്ച് കറപ്റ്റ് ആണെങ്കിലും ഒരുപാട് പ്രോഗ്രസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിലും പണ്ട് കമ്മ്യൂണിസ്റ്റ് തന്നെ അച്യുതമേനോനൊക്കെയാണ് കെൽട്രോണെല്ലാം കൊണ്ടുവന്നത്. ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പിന്നെ ഇവർക്ക് പോസിറ്റീവ് ഉണ്ട്. ഇപ്പൊ ഗുജറാത്ത് വികസിക്കാൻ കാരണം മോഡി കാരണമാണ്. മോഡി ഒരുപാട് ബ്രെയിൻ ചൈൽഡായിട്ട് ഒരുപാട് ഐഡിയാസ് കൊണ്ടുവരുന്നുണ്ട്. അത് നല്ലതാണ് വിദേശത്ത്. പക്ഷേ പുള്ളിയുടെ കുഴപ്പം പറഞ്ഞാൽ പുള്ളി ഈ പ്രോഗ്രസ് മാത്രമേ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ളൂ. ഈ ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ് സംഭവമുണ്ട്, പണം മാത്രം പോരാ. ഇപ്പോൾ ഭൂട്ടാൻ പോലെ കൺട്രീസിൽ ചെറിയ കൺട്രിയാണ്, പക്ഷെ അവർക്ക് ബുദ്ധിസ്ഥലം ഉണ്ടായതുകൊണ്ട് അവർ ഹാപ്പിയാണ്. പക്ഷെ പണം ആവശ്യമില്ല. പക്ഷേ ഇന്ത്യ പോലെ വലിയ കൺട്രിയിൽ GDPയും വേണം, GNHും വേണം, ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ്സും വേണം, GDP വേണം, രണ്ടും വേണം. പക്ഷേ ആ GNHലേക്ക് മോഡി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. മോഡി ഈ വികസനത്തിൽ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. പക്ഷേ മോഡിക്ക് വികസനം കൊണ്ടുവരാൻ കഴിവുണ്ട്, അതിനുവേണ്ടി മാത്രം ഓറിയൻറ്റഡ് ആളാണ്. പക്ഷേ പുള്ളിക്ക് RSSൽ തള്ളി പറയാൻ പറ്റില്ല, കാരണം പുള്ളി അതിൽ നിന്ന് വന്നതാണ്. പക്ഷേ ഇവരുടെ വിശ്വാസം മറ്റുള്ള അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യം. നോർത്ത് ഇന്ത്യയിൽ കുറച്ച് പ്രശ്നമാണ്. ശരിക്കും മോഡി അത്ര മോശക്കാരനല്ല. ഇവിടെ സൗത്ത് ഇന്ത്യയിലെ മീഡിയയിലെ കാരണം പുള്ളി വളരെ മോശം കണക്കാക്കണം. പുള്ളി ഒരു ഇന്ത്യ വികസിക്കണം, ഇന്ത്യയുടെ ഒരു വലിയൊരായിട്ടാണ് എനിക്ക് തോന്നിക്കണം. ഇന്ത്യ വികസിക്കണം, ഇന്ത്യ മുന്നോട്ട് വരണം ആഗ്രഹിക്കുന്ന ആളാണ്.
അല്ല ഈ മതം അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത് ഈ മതവും സംഭവം ആവശ്യമില്ലെന്ന് ഞാൻ പറയണം. നമുക്ക് ദൈവം വേണം, പക്ഷെ മതം ആവശ്യമില്ല. കാരണം മതം ഉണ്ടാക്കിയത് പുരോഹിതന്മാർ മറ്റേ ആൾക്കാർ ഉണ്ടാക്കി അവർക്ക് കാശ് കിട്ടാൻ വേണ്ടി ഉണ്ടാക്കിയ പരിപാടിയാണ്. ജനങ്ങൾ ഉണ്ടാക്കിയതാണ്, മനുഷ്യരുണ്ടാക്കിയതാണ്. അത് മതം ആവശ്യമില്ല. മതത്തിൻ്റെ നല്ല കാര്യങ്ങളുണ്ട്, മോറൽ വാല്യൂസ്, അതൊന്നും ആരും ഇംപ്ലിമെൻറ്റ് ചെയ്യില്ല. ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ്. ആരും പക്ഷേ ക്രിസ്ത്യാനിറ്റിയിൽ ഞാൻ ഏറ്റവും വലിയ കണ്ട ക്വാളിറ്റി ഫോർഗീവ്നെസ്സാണ്, ക്ഷമിക്കുക. പക്ഷെ ഞാൻ കണ്ട ഒരു ക്രിസ്ത്യാനിക്കും ഫോർഗീവ്നെസ് ഇല്ല. ഇങ്ങനത്തെ നല്ല കാര്യം ആരും എടുക്കില്ല. എല്ലാവരും കുറേ റിച്വൽസ് ചെയ്യും, നല്ല കാര്യം ആരും എടുക്കില്ല. മതം അപ്പം വേണ്ടെന്നാണോ? മതം വേണ്ട. മതം കൊണ്ട് മതത്തിന്റെ അല്ലെങ്കിൽ അക്ബർ ഉണ്ടാക്കിയ പോലെയല്ല, എല്ലാ മതത്തിന്റെയും പോസിറ്റീവ് എടുത്തിട്ട് ഒരു പുതിയ റിലീജിയൻ തുടങ്ങണം. ഇന്ത്യയിൽ മതം വേണ്ടെന്നാണ്. ഇന്ത്യ മതം പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് അതുകൊണ്ടാണ്. ഇന്ത്യയും ചൈനയും ഒരേപോലെ ഇരുന്നാണ്. ഇവിടെ ചൈനയിലും ഇന്ത്യയിലും ഗ്ലോബലൈസേഷൻ കൊണ്ടുവന്നു, രണ്ടിനും വന്നു. പക്ഷേ ചൈന ഈ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്തു. ആരാണ് ശരിക്കും ഇവിടെ റിലീജിയസ് കൺട്രോൾ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത? ഒരു ചോദ്യം ചോദിച്ചിട്ട്, ആരാണ് ശരിക്കും മതവർഗീയത ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ മതത്തിന്റെ പേരിൽ ആരാണ് കൂടുതൽ തമ്മിലടിപ്പിക്കുന്നത്? എല്ലാവരും ഉണ്ട്. അതെല്ലാം ഇപ്പൊ ഹിന്ദു മുസ്ലിം കോൺഫ്ലിക്റ്റ് അത് പണ്ട് ബ്രിട്ടീഷുകാർ ചെയ്യണം. ഒന്നുമല്ല, ഞാൻ പറഞ്ഞുതരാം. യഥാർത്ഥത്തിൽ മനുഷ്യരെ അല്ലെങ്കിൽ മതങ്ങളെ വെച്ച് തമ്മിലടിപ്പിക്കുന്ന രാഷ്ട്രീയമാണ്. മനസ്സിലായി? രാഷ്ട്രീയം വരുമ്പോഴാണ് കൂടുതൽ മതങ്ങൾ രാഷ്ട്രീയമാണ്. ഇപ്പം മതം പക്ക ബിസിനസ് ആണല്ലോ രാഷ്ട്രീയം. അതായത് മതവും ബിസിനസ്സായി മാറിയിരിക്കുകയാണ്. മതം ഇപ്പൊ ബിസിനസ്സായി മാറിയിരിക്കുകയാണ്. പക്ഷെ അതിലും എത്രയോ കള്ള പാസ്റ്റർമാര് ക്രിസ്ത്യാനി ഇപ്പൊ ട്രാൻസിൽ കാണിച്ച പോലെ എത്രയോ കള്ള പാസ്റ്റർമാര് ഫണ്ട് ഉണ്ടാക്കി അവര് ചെയ്യുന്നു. ഈ ക്രിസ്ത്യാനിറ്റിയിൽ എല്ലാത്തിലും ഉണ്ട്. അതാ പറഞ്ഞ എല്ലാത്തിലും എന്താ പറയാ. വേടം പോലും നല്ല ശോഷിക്കപ്പെട്ട ആളാണ്. പക്ഷെ പുള്ളിക്ക് പൊളിറ്റിക്സിന്റെ ആവശ്യമില്ല. പൊളിറ്റിക്സ് വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. നമ്മൾ ഇപ്പൊ ഞാൻ പറയാം, മോഹൻലാൽ പറയുന്ന ആൾക്ക് കക്ഷി രാഷ്ട്രീയം ഇല്ല. പുള്ളി ഏത് ഇഷ്യൂ എടുക്കണോ, അല്ല ഞാൻ പറയും, പുള്ളിക്ക് ഏത് ഇഷ്യൂ എടുക്കണോ അതിനെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷെ പുള്ളിക്ക് ഏത് പാർട്ടിയുടെ റോളെ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ അങ്ങനെ കക്ഷി രാഷ്ട്രീയം ഇല്ല, നിഷ്പക്ഷമായിട്ട് പറയണം. ഇപ്പം ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഇപ്പം എവിടെ ഒരു ലഹരി ഉപയോഗം വന്നാലും അത് സിനിമാക്കാർക്ക് നേരെ വരുന്നത്, ശരിയല്ലേ? എല്ലാ സിനിമയിൽ നിന്ന് സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ ചേട്ടന്റെ അഭിപ്രായത്തിൽ എന്താണ് ഈ കലാകാരന്മാർക്കുള്ള 3 സ്റ്റിമുലേഷനാണ്. പിന്നാള് പൃഥ്വിരാജ് പറഞ്ഞോട് എനിക്ക് യോജിപ്പില്ല. ഡ്രഗ്സ്, ആൾക്കഹോൾ, സെക്സ്, ഈ 3 കാര്യം കലാകാരന്മാർക്ക് ക്രിയേറ്റിവിറ്റിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. പക്ഷെ എന്ത് പറഞ്ഞാലും ഈ സിനിമാക്കാരുടെ തലയിലേക്കാണല്ലോ വരുന്നത്. സിനിമാക്കാരിറക്കി ഫോട്ടോ വെച്ച് ഗ്യാങ്ങിന് ശരിക്കും സംശയം ചോദിച്ചോട്ടെ, ഇത് സിനിമാക്കാരാണോ കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ അത് ഇവിടുത്തെ രാഷ്ട്രീയ സിനിമാക്കാർ ക്രിയേറ്റീവ് ആണ്? അല്ല, ഞാനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഈ ലഹരി മാഫിയനെ കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നുമില്ല, ഇവിടെ ആരും ചെയ്യില്ല. ഞാൻ പറഞ്ഞുതരാം. ഇപ്പം അണ്ണനെ ലഹരി കഞ്ചാവ് അടിച്ചതിന് പിടിച്ചു, കഞ്ചാവ് കയ്യിൽ നിന്ന് ഇത്ര ഗ്രാമം പിടിച്ചു. അണ്ണനെ വെച്ചിട്ട് അണ്ണൻ ആര് തന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റവനാ തന്നത്, അവനെ പിടിക്കാം. അവൻ ആര് കൊടുത്തു? ഇങ്ങനെ പിടിച്ച് ഇത് ഉന്മൂലനം ചെയ്യാൻ കഴിയും. എന്തുകൊണ്ട്? ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി, ഇപ്പൊ ഭരിക്കുന്ന പാർട്ടിയുടെ പോരായ്മ ഞാൻ പറയത്തുള്ളൂ. എല്ലാം സിനിമാക്കാരാണ്. ഞാൻ കുറെ കാര്യങ്ങളുണ്ട്. എല്ലാരും സിനിമാക്കാർ ലഹരി ഉപയോഗിക്കുന്നു. ഫോട്ടോ വെച്ച് മട്ടാഞ്ചേരി ഗ്യാങ്ങിന് ഡ്രഗ്സ് ഉണ്ടെന്ന് ശ്രീനിവാസൻ പറഞ്ഞ കട്ടാണ്. അത് ഒരു ക്രിയേറ്റിവിറ്റിയുടെ ഭാഗമാണ്. ക്രിയേറ്റിവിറ്റിയുടെ ഭാഗമായിട്ടാണ് ഡ്രഗ്സ്, ആൽക്കഹോൾ, സെക്സ്, ഈ 3 കാര്യം വരുന്നത്. പിന്നെ സിനിമ ഫീൽഡ് 4 ചതിയുള്ളത് ബിസിനസ് ആയതുകൊണ്ടാണ്. ഈ 4 കാര്യമാണ് സിനിമ ഫീൽഡിലുള്ളത്. ഇത് 3 പൃഥ്വിരാജ് പറഞ്ഞോട് എനിക്ക് യോജിപ്പില്ല. ലഹരിയുടെ ആവശ്യമില്ലല്ലോ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. പുള്ളി പറഞ്ഞ ഒരാൾ പോലും കവിത എഴുതിയിട്ടില്ല. ഞാൻ പറ്റി ഇപ്പൊ ഈ വയലാർ രാമവർമ്മ ലിറിക്സ് ചെയ്യുന്ന ആള്, അയാൾക്ക് കള്ളു കുടിച്ചിട്ടാണ് അയാൾ ലിറിക്സ് ചെയ്യുന്നത്. തകഴിക്ക് നോവൽ ഏതെങ്കിലും ആൽക്കഹോൾ വേണം. പിന്നെ ഷെർലക് ഹോംസിന് അയാൾക്ക് ബുക്ക് ചെയ്യുന്നതിന് ഡ്രഗ്സ് വേണം. അതൊരു ഫാക്ടർ തന്നെയാണ്. ക്രിയേറ്റിവിറ്റിക്ക് ഒരു ഫാക്ടർ തന്നെ. പക്ഷെ അതുകൊണ്ട് മാത്രം ചെയ്യണമില്ല. ഇതൊന്നും ഉപയോഗിക്കാതെ ചെയ്തതുകൊണ്ട്, പക്ഷെ ഇതൊരു ഫാക്ടറാണ്. കാരണം സയന്റിഫിക്കലി പ്രൂവ്ഡ് തന്നെയാണ്. പല ബുക്കിൽ വായിച്ചിട്ടുണ്ട്. അത് ഞാൻ പറയട്ടെ, അവര് ക്രിയേറ്റീവിന് ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കില്ല. കാരണം ഇമാജിനേഷൻ അങ്ങനത്തെ ഇങ്ങനത്തെ സാധനങ്ങൾ ചെയ്യും. അത് ശരിയാവാം. ഇങ്ങനത്തെ കാര്യം ചെയ്യുമ്പോഴാണ് ഒരു ഇമാജിനേഷൻ അല്ലെങ്കിൽ റിയാലിറ്റിയും ഡിവിയേറ്റ് ചെയ്ത് അവര് പറഞ്ഞിട്ടുണ്ടോ? അല്ല, അങ്ങനെയാണോ? അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് ശാസ്ത്രീയമായി പ്രൂവ്ഡാണോ? എനിക്ക് എഴുതണമെങ്കിൽ സയന്റിഫിക്കലി പ്രൂവ്ഡാണ്. അത് സയന്റിഫിക്കലി ഒന്നുമല്ല. ഞാൻ ബുക്ക് വായിച്ചിട്ടുണ്ട്. ആൾക്കാർ അടിച്ചേൽപ്പിക്കുന്ന കുറെ കാര്യങ്ങൾ ഈ പറഞ്ഞ ആരെങ്കിലും പറഞ്ഞോ? ഇപ്പം വയലാർ വന്ന് പറഞ്ഞോ, ഞാനേ 2 പെഗ് അടിച്ചിട്ടാണ്. തകഴി ഉണ്ടല്ലോ, തകഴിക്ക് കള്ളു പിടിക്കാതെ ഇടാൻ പറ്റില്ല പറഞ്ഞിട്ടുണ്ടോ? അത് പുള്ളി പറഞ്ഞാണ്. ഞാൻ പറഞ്ഞ ക്രിയേറ്റിവിറ്റിയുടെ ഒരു തലത്തിലേക്ക് പോകണമെങ്കിൽ, ആ റിയാലിറ്റിയും ഡിബേറ്റ് ചെയ്ത് ഫാന്റസിയിലേക്ക് പോകണമെങ്കിൽ ഇതെല്ലാം ഒരു സ്റ്റിമുലേറ്റീവ് ഫാക്ടർ ആണെന്ന് ശാസ്ത്രീയമായി
ചിരണ്ട. പക്ഷെ അത് അമിതമാകുമ്പോഴാണ് പ്രശ്നം. ചിലർക്ക് കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കാം. ഇത് ഞാൻ പറഞ്ഞുതരാം. ഇവര് ഇതൊക്കെ ശീലമായവരാ. അല്ല ഇതിനു വേണ്ടി ഇത് എഴുതാൻ വേണ്ടി അല്ലെങ്കിൽ വായിക്കാൻ വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി കഴിക്കുന്നതല്ല. ഇവർ ചിലപ്പം ഏതെങ്കിലും സമയത്ത് അവരുടെ ശീലം ഉപയോഗിക്കുന്നു. പക്ഷേ ഇത് ശാസ്ത്രീയമായി പ്രൂവ്ഡ് ആണ്. ഇത് സ്റ്റിമുലേഷൻ ആണ്. കലാകാരന്മാർ പല ആൾക്കാരും അനുഭവത്തിൽ നിന്നാണ് എഴുതിയിട്ടുള്ളത്. ഇപ്പൊ ONVയുടെ നമ്മൾ ടോപ്പിക്കിൽ ഡിബേറ്റ് ചെയ്തു. അവസരം എന്താ, ഇപ്പം ONV നിങ്ങൾ പറഞ്ഞു എന്താ പറയാ, പഴയ പാട്ടുകാരൊക്കെ എഴുതുന്ന കഞ്ചാവ് അടിച്ചിട്ട്. ഞാൻ പറഞ്ഞുതരാം, ONVയുടെ ഒരു പാട്ടുണ്ട് അരികിൽ നീ ഉണ്ടായിരുന്നു. ഞാൻ മുഴുവൻ പറയട്ടെ. അതിന്റെ അകത്തൊരു വരിയുണ്ട്, രാത്രി മഴ പെയ്ത് തോർന്ന നേരം എന്ന് പറഞ്ഞിട്ട് വരിയുണ്ട്. ആ വരി പുള്ളിക്ക് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കഴിഞ്ഞാൽ ആ മ്യൂസിക് ഡയറക്ടർ രാജമാസ്റ്റർ ആരാണെന്ന് തോന്നുന്നു, അദ്ദേഹം പാട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് പറയും. വർഷങ്ങൾക്ക് ശേഷം ദേവരാജൻ ആരാ മ്യൂസിക് ഡയറക്ടറിന്റെ പേര് മറന്നുപോയി. അവര് വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്നതാണ്. അപ്പൊ ലാസ്റ്റത്തെ പാട്ട് കിട്ടിയില്ല. അപ്പം പബ്ലിക്കായിട്ട് പാട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇദ്ദേഹം പറയും, ഓപ്പൺ ആയിട്ട് പറയും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം. അത് പേടിച്ചിട്ട് പുള്ളി ഇങ്ങനെ ഇരുന്ന സമയത്ത് ഒരു മഴ പെയ്തിട്ട് ഇങ്ങനെ തോർന്ന് നിൽക്കുന്ന സമയത്ത് ഒരു പക്ഷി വന്നവിട്ടിരുന്ന് കരയുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ആ ഇലയിൽ ഇങ്ങനെ തുള്ളി ഇങ്ങനെ വീഴുന്നുണ്ട്. അങ്ങനെ എഴുതിയ ആ വരികളാണ് കാതരയായ ഒരു പക്ഷിയൻ ജാലകവാതിൽ വന്ന് മനസ്സിലായി. ഞാൻ പറഞ്ഞ പോയിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഞാൻ പറഞ്ഞത് ഇതൊരു ഫാക്ടറാണ് മാത്രമേ ഉള്ളൂ. ഇതില്ലാതെയും ചെയ്യാം. ഇതൊരു ഫാക്ടറാണ് മാത്രമേ ഉള്ളൂ. ഒരു സ്റ്റിമുലേഷൻ ഫാക്ടറാണിത്. അത് സയന്റിഫിക്കലി പ്രൂവ്ഡ് ആണ്. ശീലമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. ചിലര് ഇത് ഇപ്പൊ ജോൺ അബ്രഹാം പറയുന്ന ആള് 24 hours കുടിക്കുന്ന ആളായ പഴയ മേക്കേഴ്സായ ആരാണ്, അരവിന്ദൻ, ഇവരെല്ലാം അതുകൊണ്ടാണ് അവർ പെട്ടെന്ന് മരിച്ചു പോയത്. ഇവരെല്ലാം ആൽക്കഹോൾ കുടിക്കാനും ഇതൊരു ഫാക്ടറാണ് മാത്രമേ പറയുന്നത്. കുടിച്ചിട്ട് അല്ലെങ്കിൽ കഞ്ചാവ് വലിച്ചിട്ട് ക്രിയേറ്റീവ് കിട്ടുന്നതിൽ ഞാൻ വിശ്വസിക്കില്ല. അങ്ങനെയാണെങ്കിൽ ചേട്ടൻ 10 ബുക്ക് എഴുതിയെന്ന് പറഞ്ഞു, കള്ളു കുടിച്ചിട്ടാണോ അല്ലെങ്കിൽ ഡ്രഗ്സ് അല്ല. ഞാൻ ക്രിയേറ്റീവ് ബുക്ക് ചെയ്തേണ്ട എന്നോട് കൊള്ള. ഞാൻ പറഞ്ഞത് ഒരു ഫാക്ടറാണ് മാത്രമേ ഉള്ളൂ. ഇതുകൊണ്ട് മാത്രമേ പറ്റുമെന്ന് പറഞ്ഞിട്ടില്ല. ഇതൊരു ഫാക്ടറാണ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത് ക്രിയേറ്റിവിറ്റിയെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതില്ലാതെയും ചെയ്യാം. പക്ഷെ ഇതൊരു ഫാക്ടർ, വൺ ഓഫ് ദി കാരണമാണ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കുറച്ച് ആൾക്കാർ പറയുന്നു ഇങ്ങനെ പണ്ടുള്ളവർ ഇങ്ങനെ വലിച്ചിട്ട് ചിന്തിച്ചിരുന്ന് എഴുതി. അങ്ങനെയാണ് ഫോട്ടോ വെച്ചിരിക്കുന്നത്. അവർ വളരെ ക്രിയേറ്റീവ് ആണ്. കാരണം ഇപ്പോൾ ഈ ട്രാഫിക്കും ഈ പുലിമുരുവിൻ്റെ ഇടയ്ക്ക് കുറേ നല്ല ഫിലിംസ് വന്നു. ഈ ഫോട്ടോജി ഗ്യാങ്, മട്ടാഞ്ചി ഗ്യാങ്ങിൻ്റെ കുറേ നല്ല മൂവീസ് വന്നിട്ടുണ്ട്. അത് ചിലപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ടാണ് അതിൽ ഇങ്ങനത്തെ ഈ സെക്സ് മറ്റെല്ലാം വന്നിട്ടുണ്ട്. കാരണം അവർ വളരെ ക്രിയേറ്റിവിറ്റി എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം പഴയ ഫിലിം മേക്കേഴ്സ് ഇവർ ഇഷ്ടമല്ല. കാരണം അവർ ഔട്ട് ഓഫ് ബോക്സ് ചിന്തിക്കുന്നില്ല. ഇവർ ന്യൂ ജനറേഷൻ പടം പറഞ്ഞ പല പടങ്ങളും ഔട്ട് ഓഫ് ബോക്സ് തിങ്കിങ് ആണ്. അത് പഴയ കൺവെൻഷണൽ ഫിലിം മേക്കേഴ്സിന് പറ്റിയില്ല. ഇപ്പം ഞാൻ ട്രാഫിക്, പുലിമുരുവിൻ്റെ ഇടയ്ക്ക് അങ്ങനെ ഒരുപാട് പടം വന്നിട്ടുണ്ട്. അതെല്ലാം ഔട്ട് ഓഫ് ബോക്സ് തിങ്കിങ് ആയി. അത് പഴയ കൺവെൻഷണൽ ഫിലിം മേക്കേഴ്സിന് പറ്റില്ലേ. പുലിമുരുവിന് ശേഷമാണ് ആ ട്രെൻഡ് മാറിയത്. അങ്ങനെയാണ് ചേട്ടൻ പറയുന്നത്. ആണ്. അവർ നല്ലൊരു ഗ്യാങ് ആയിരുന്നു. വളരെ ക്രിയേറ്റീവ് ആയിരുന്നു. അവർ ശരിക്കും ഡിഫറെൻ്റ് ആയിട്ട് തിങ്കിങ് ആയി. പക്ഷെ അതിനുശേഷം ഒരുപാട് പടങ്ങൾ വന്നു. ശ്രീനിവാസൻ മോൾ സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ ഈ സ്മോക്ക് ചെയ്യുന്ന ആളായിരുന്നു. പക്ഷെ ഇതൊന്നും ഇല്ലാതെ ചെയ്യും. ശ്രീകുമാരൻ തമ്പി ലിറിക്സ് ചെയ്യുമ്പോൾ പുള്ളിക്ക് ഒരു ബാഡ് ഹാബിറ്റും ഇല്ലാത്ത ആളാണ്. ഇത് വൺ ഓഫ് ദി ഫാക്ടേഴ്സ് ആണ് മാത്രമേ പറഞ്ഞുള്ളൂ. അതല്ല ഞാൻ പറഞ്ഞത്. ആൾക്കാർ പറയുന്നത് അവരുടെ ശീലമല്ല, ഇത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. അത് തകഴി പോലെ ആൾക്കാർ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് സിനിമാ ഫീൽഡിൽ മാത്രം ഇത് ഇത്രയും കൂടുന്നു? കള്ള്, പെണ്ണ. അവിടാണ് ചേട്ടന് തെറ്റിയത്. സിനിമാ ഫീൽഡിൽ എന്തുകൊണ്ട് കൂടുന്നു? ആരാ പറഞ്ഞ സിനിമാ ഫീൽഡിൽ മാത്രമാണ് ലഹരി ഉപയോഗിക്കുന്നത് പറഞ്ഞു? അല്ല, അവിടെ മിക്കവരും ഉപയോഗിക്കുന്നുണ്ട്. നല്ല ശതമാനം ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ ഈ കേരളത്തിലെ രാഷ്ട്രീയക്കാർ അത്ര വേറെ കേസുണ്ട്. കേരളത്തിലെ ജില്ല എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് എറണാകുളം ജില്ലയാണ് ഏറ്റവും കൂടുതൽ കഞ്ചാവ് മാഫിയ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അവിടാണ്. ഞാനത് വിശ്വസിക്കത്തില്ല. കാരണം പല ജില്ലയിൽ നിന്നും വന്നിട്ട് ഇവിടെ ആൾക്കാർ താമസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ അടക്കമുള്ള ആൾക്കാരാണ്. ഞാൻ ലഹരി ഉപയോഗിക്കുന്ന ആളല്ല. ഇവിടെ പല സ്ഥലത്തു നിന്നും പല സ്ഥലങ്ങളിലും വന്നിട്ട് ഇവിടുന്ന് ലഹരി ഉപയോഗിക്കുന്നുണ്ട്. എന്നിട്ട് പേര് മൊത്തം എറണാകുളം ജില്ല. ഇവിടുത്തെ 2K കിഡ്സ് ഡ്രഗ്സ് കൂടുതൽ ഉപയോഗിക്കുന്നു. 2K കിഡ്സ് എന്ന് അങ്ങനെ 2K കിഡ്സിന് അതിശാവേശിക്കല്ല, ഞാൻ സമ്മതിക്കത്തില്ല. ഇത് 2K കിഡ്സ് ആണ് ഉണ്ടാക്കുന്നത് ഈ സാധനം. അല്ല, അവരാണ് കൂടുതൽ കച്ചവടം ചെയ്യുന്നത്. ചൂടാവില്ല. 2K കിഡ്സ് ഇതിനു മുമ്പ് ലഹരി ഉപയോഗിച്ച് കഞ്ചാവ് ആരും. അല്ല, എനിക്ക് പേഴ്സണൽ അനുഭവം ഉണ്ട്. കഞ്ചാവ് വലിച്ചിട്ടില്ല ഇതിനു മുമ്പ് ആൾക്കാര്. കഞ്ചാവിന് ഒരു അത്ര മോശമായ കാര്യമൊന്നുമല്ല. ഒരു മെഡിക്കൽ യൂസിലുള്ള സംഭവമാണ്. 2K കിഡ്സ് ഉപയോഗിക്കുന്ന 2K കിഡ്സ്.
ഞാൻ ഈ കഞ്ചാവൊന്നും വലിച്ചിട്ടില്ല. പക്ഷെങ്കിൽ ഞാൻ എന്റെ കാലഘട്ടത്തിൽ, അതായത് പോലും ഡ്രഗ്സ് ഉപയോഗിച്ച ആളാണ്. അല്ലല്ല, ഞാൻ പറയട്ടെ, ഞാനൊരു 2010 മുതൽ സിഗരറ്റ് വലിക്കുന്ന ആളാണ്. എനിക്കൊന്ന് 11 വയസ്സേ ഉള്ളൂ. അന്ന് ഒരു 12-13 വയസ്സുള്ളപ്പോൾ ഞാൻ എന്റെ ജംഗ്ഷനിൽ നിന്ന് സിഗരറ്റ് വലിക്കുമായിരുന്നു. എന്റെ നാട്ടിൽ എന്ന് ചോദിച്ചാൽ അറിയാം. കാരണം അന്ന് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തത് കൊണ്ടും ഇത്രയും കാര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടും എന്തുകൊണ്ട് അധികം ആൾക്കാരിലേക്ക് ചെന്നിട്ടില്ല. അന്നും കഞ്ചാവ് പിടിച്ച ആൾക്കാരുണ്ട്, കഞ്ചാവ്. ഞാൻ പറയട്ടെ, ഇതെല്ലാം സെൽഫ് കൺട്രോളിൽ ആൾക്കാർ ഉപയോഗിച്ചാൽ കുഴപ്പമില്ല. ഇപ്പൊ മോഹൻലാൽ പറയുന്ന ആള് മദ്യപിക്കുന്ന ആളാണ്, പക്ഷെ പുള്ളി മദ്യപിച്ചിട്ട് വഴിയിൽ കിടക്കുക അങ്ങനത്തെ ചെയ്തിട്ടില്ല. പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും മദ്യം അല്ല കൺട്രോളിൽ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. 2%, 3%. അവരെ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ, അല്ലാത്തൊരു ഉപയോഗിച്ച പ്രശ്നമാണ്. അങ്ങനെ ഉണ്ടോ? കൺട്രോളിൽ ഉപയോഗിക്കുന്ന ഇതെല്ലാം ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. ഫോറിനേഴ്സ് കള്ളുപിടിക്കും, അവർ വഴിയിൽ കിടന്ന് ഇങ്ങനെ കിടന്ന് ഉറങ്ങോ ചെയ്യുന്നില്ല. അവർ ലിമിറ്റ് ചെയ്താൽ ഓടിക്കണം, ലിമിറ്റ് ചെയ്താൽ ഉപയോഗിക്കണം. അതേപോലെ കൺട്രോൾ ചേട്ടൻ ഒരു കാര്യത്തിൽ ലിമിറ്റ് ഉണ്ടോ? ലഹരിയല്ല അല്ലാത്തത്. ഞാൻ എന്റെ കാര്യമില്ല പറഞ്ഞത്. ചെയ്ത്താൻ പറയുന്ന ആൾക്കാർ, എന്റെ കൂട്ടുകാരനെ ചെയ്ത്താൻ പറയുന്ന ആള് ഇതെല്ലാം ഉപയോഗിക്കുന്ന ആളാണ്, പക്ഷെ പുള്ളിക്ക് ഒരു കൺട്രോൾ ഉണ്ട്. ഞാനൊരു കേസ് പറയട്ടെ, അത് ഓരോരുത്തരുടെ സ്വഭാവം പോലെ ഇരിക്കും. മനസ്സിലായോ? അതാ പറഞ്ഞത്, സ്വഭാവമാണ്. എല്ലാവർക്കും സെൽഫ് കൺട്രോൾ കിട്ടില്ല. അവർക്ക് ഇച്ചിരി കൂടുതൽ വേണമെന്ന് പറഞ്ഞു എല്ലാവർക്കും സെൽഫ് കൺട്രോൾ ഇല്ല. ഈ കള്ളു കുടിക്കുന്ന ചില സാധനങ്ങൾ MH ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, MH വൈറ്റമിൻ ചീഫ് ഒക്കെ 2 പെഗ് അടിച്ചു കഴിഞ്ഞാൽ ഒന്നും ആവത്തില്ല. ഈ സാധനം പതിയെ കൊട്ടുപടി. അതാ പറഞ്ഞത്, അതാ പറയുന്നത്. ചെയ്താൻ പറയുന്ന ആൾ എനിക്കറിയാം, ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും പുള്ളി പറഞ്ഞിട്ടുണ്ട് പല ഡ്രഗ്സ് പുള്ളി ഉപയോഗിച്ചിട്ടുണ്ടാ. പക്ഷെ അതൊന്നും ഒരു കൺട്രോൾ വിട്ട് പോയിട്ടില്ല. പുള്ളിയുടെ കൂടെ ഡ്രഗ്സ് ഉപയോഗിച്ച് പല ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ട്. പുള്ളി ഇപ്പം കാരണം പുള്ളിക്കാർ കൺട്രോളിൽ ഉപയോഗിക്കാൻ അറിയാം. നമ്മൾ ടോപ്പിക്കിൽ ഡിവിയേറ്റ് ചെയ്തു. നമ്മളെ ഇന്ത്യ റെസ്ട്രിക്ഷൻ ടോപ്പിക്കിൽ ഡിവിയേറ്റ് ചെയ്തു. കാരണം എല്ലാ സിനിമയിലും കൂടെ ജാതിയാണ്. ലഹരിയും ഇന്ത്യ രാഷ്ട്രീയ തമ്മിൽ എന്താ ബന്ധം? ലഹരി ഇന്ത്യൻ രാഷ്ട്രീയ അവർക്ക് പോസിറ്റീവ് ഉണ്ട്, 2K കേസ് പല പോസിറ്റീവ് ഉണ്ട്. നമ്മൾ ടോപ്പിക്കിൽ ഡിവിയേറ്റ് ചെയ്യുന്നു, നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് വരുവാ. ഇന്ത്യ രക്ഷപ്പെടണമെങ്കിൽ ഏത് രാഷ്ട്രീയം? അവിടെ ലഹരിയായിട്ട് ബന്ധമില്ല. ഇന്ത്യ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ എന്താ പറയാ, അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി പോലെ അത് ജെന്യൂൻ പാർട്ടിയാണ്, പക്ഷെ അത് പൊങ്ങി വരാൻ ടൈം എടുക്കും. പ്രാക്ടിക്കലായിട്ട് ഇപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് ചേഞ്ച് വരുത്തുണ്ടെങ്കിൽ കോൺഗ്രസ് അല്ലല്ല. ഞാനൊരു കേസ് പറയട്ടെ. ഒരു ഇപ്പോഴത്തെ കമ്മ്യൂണിസം ജനാധിപത്യ സോഷ്യലിസം ഞാൻ പറഞ്ഞുതരാം. ഈ ജനങ്ങൾക്കിടയിലേക്ക് എത്തിച്ചെല്ലുമ്പോഴാണ് ജനാധിപത്യം ഉണ്ടാവുന്നത്. ഇവിടെ ജനങ്ങൾക്കിടയിലേക്ക് ചെല്ലുന്നില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ആറാട്ടണ്ണനെ വലിയൊരു കുഴിയാണ് കേട്ടോ, വലിയൊരു കുഴിയാണ്. ഞാനത് കുഴി കണ്ടിട്ട് ഞാനും വിനീതേട്ടൻ ആ കുഴിക്കകത്ത് വീണിട്ട് വലുതായിട്ടൊന്നും പറ്റിയില്ല, കാല് ചെറുതായിട്ട് മുറിഞ്ഞു വന്നു. എന്നിട്ട് ആറാട്ടണ്ണനെ കൊണ്ട് ഞാൻ പിറ്റേ ദിവസം പോയിട്ട് ഈ കല്ലൂർ പാലാരിവട്ടത്തിന്റെ അവിടെ വീഡിയോ ചെയ്യിപ്പിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ കുഴി മൂടി. ഈ വീഡിയോ കണ്ടിട്ടാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഇയാൾ ചെയ്ത നന്മയെ പറ്റി ആരും ഒന്നും പറഞ്ഞില്ല. മനസ്സിലായി? എല്ലാവർക്കും നെഗറ്റീവ് മതി. ഇപ്പം 1000 നന്മ ചെയ്തെന്ന് പറഞ്ഞാലും അവന്റെ ഒരു നെഗറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർ അതിൽ പിടിച്ചു കയറും. മനസ്സിലായി? ഞാൻ ഇവിടെ ഫിലോസഫിയും ക്വാണ്ടം മെക്കാനിക്സ് എല്ലാം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ആൾക്കാർ പറയുന്നത് 7 മണി കഴിഞ്ഞിട്ട് വേണ്ടി മാത്രമാണ്. അത് നിർത്തിയിട്ട് എത്ര നാളായി? അത് മാത്രമാണ് ഇപ്പോഴും ആൾക്കാർ പറയില്ല. 7 മണി കഴിഞ്ഞിട്ട് പറയുന്ന കാര്യം മാത്രം ഇപ്പോഴും പറയില്ല. വേറെ എത്ര നല്ല കാര്യം പറഞ്ഞിട്ടുണ്ട്, അതൊന്നും പറയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ആൾക്കാർ അതാ പറഞ്ഞു, ഒരു നല്ലത് പറയിപ്പിക്കാൻ, ഒരു മഞ്ഞൾ തരിയോളം നല്ലത് പറയിപ്പിക്കാൻ ഭയങ്കര പാടാണ്. പക്ഷെ മോശം പറയിപ്പിക്കാൻ സെക്കൻഡുകൾ മതി. ശരിയല്ല ഞാൻ പറയാം, മോശം പറയിപ്പിക്കാൻ സെക്കൻഡുകൾ മതി. ഞാനൊരു ഇന്ത്യ രക്ഷയിലേക്ക് ഏത് പാർട്ടി വരണം? അതാ ഞാൻ പറഞ്ഞത്. നല്ല കഷ്ടപ്പാടും നല്ല ജനങ്ങളെ അറിയാവുന്ന ഒരാൾ വരണം. അല്ല, ഇപ്പത്തെ യങ്സ്റ്റേഴ്സിനും മിക്ക യങ്സ്റ്റേഴ്സിനും പൊളിറ്റിക്സിൽ താല്പര്യമില്ല. അഴിമതി കാരണം അവർക്ക് മതം രാഷ്ട്രീയമൊന്നും താല്പര്യം ഇല്ലാത്ത ആൾക്കാരാണ്. അവർക്ക് അവരുടേതായ ഒരു ലോകം അല്ലെങ്കിൽ അവരുടെ സ്വപ്നങ്ങളൊക്കെ ആയിട്ട് പോകുന്നതാണ്. എന്തിനാണ് തമ്മിൽ തല്ലിച്ചാവുന്നത്? ഏതെങ്കിലും അണികളെ മക്കളല്ലാതെ ഏതെങ്കിലും നേതാക്കന്മാരുടെ മക്കൾ കൊടി പിടിക്കുന്ന അറ്റാക്ക് വന്നപ്പോ അതിനെ കുറിച്ച് ഇന്ത്യ വളരെ അറസ്റ്റ് ചെയ്തു. ഇവിടെ അറ്റാക്ക് വന്നില്ല ഇന്ത്യ പാകിസ്ഥാൻ. കാരണം ഫ്രീഡം ഓഫ് സ്പീച്ച് എക്സ്പ്രഷൻ ഇല്ല, നമുക്ക് തുറന്നു പറയാൻ പറ്റില്ല. വാർ വേണമെന്ന് പറയാൻ പറ്റില്ല, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. എന്ത് പറഞ്ഞാലും അറസ്റ്റാണ്. കാരണം ഫ്രീഡം ഓഫ് സ്പീച്ച് എക്സ്പ്രഷൻ പോയിരിക്കുകയാണ് നോർത്ത് ഇന്ത്യയിൽ, മറ്റേല്ല. അപ്പൊ എനിക്ക് നിലവിൽ എനിക്ക് പ്രാക്ടിക്കലായി ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കോൺഗ്രസ് കേരളത്തിലായാലും കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഏത് പാർട്ടി ആയാലും ഈ ഇത് വരുമ്പോഴാണ് ഒരു പാർട്ടി മാത്രമാകുമ്പോൾ ബയസ്ഡാവും, നിഷ്പക്ഷമായിട്ട് പറയാൻ പറ്റില്ല. ഒരു കാലത്ത് കമ്മ്യൂണിസം എന്ന് പറയുമ്പോൾ നല്ല ആവേശവും നല്ല എന്താ പറയാ, നമുക്ക് കമ്മ്യൂണിസം പണ്ട് ബുദ്ധിജീവികളും നല്ല മനുഷ്യർക്കുള്ളതായിരുന്നു. ഇപ്പൊ രണ്ടുമില്ല.
ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഇപ്പൊ കഷ്ടപ്പെടാൻ ബുദ്ധിയും വേണ്ട, നല്ല മനസ്സും ഞാൻ വേണ്ട. പറഞ്ഞേ 10-15 വർഷം പാർട്ടിക്ക് വേണ്ടി കൊടി പിടിച്ച ആളെ നിർത്തത്തില്ല. കോൺഗ്രസിൽ നിന്ന് പാർട്ടി മാറി വന്ന കാശുള്ള ആൾക്കാരെ പിടിച്ചിട്ട് നിർത്തും. അപ്പൊ ഈ അണികൾ മണ്ടന്മാരാകുമല്ലേ? ഇത് ഞങ്ങളോട് നടന്ന സംഭവമാണ്, മനസ്സിലായോ? ശരിക്കും പറഞ്ഞാൽ അണികൾ മണ്ടന്മാരാണെന്ന് ഞാൻ പറയത്തുള്ളൂ. പൊതുജനം കഴുതാ, അണികൾ മാത്രല്ല, അല്ലല്ല, പൊതുജനം കഴുതിയ. ഞാൻ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും രാഷ്ട്രീയക്കാരെ കണ്ടുപിടിക്കണ ഏറ്റവും വലിയ ഉദാഹരണം അലൻ ജോസ് പെരേര ആറാട്ടണെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇവര് സോഷ്യൽ മീഡിയ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടം വിഷയമോ, അവിടെ തെറി പറഞ്ഞു ഇവിടെ തെറി പറഞ്ഞു, ആ ടാക്കോവലിൽ ചെന്ന് കഴിഞ്ഞാൽ രണ്ടുകൂടെ ഒരുമിച്ചിരുന്ന് വെള്ളം കുടിക്കുന്നതാണ്. അതേപോലെയാണ് രാഷ്ട്രീയം. അണികൾ തമ്മിൽ തല്ലുകയും ചെയ്യും. അതിൽ എന്നെക്കാളും എടുക്കും പെരേരയാണ്. പെരേര പറഞ്ഞ ഈ മണ്ടന്മാർ ഉള്ളോളം കാലം പുള്ളി പിടിച്ചേക്ക് പോകുന്നു. പുള്ളിയാണ് ശരിക്കും ഇവരെ പറ്റിക്കണം. പെരേരയ്ക്കാണ് ഞാൻ പറയാം, പെരേര രാഷ്ട്രീയത്തിൽ ഇറങ്ങേണ്ട ആളാണ്. കാരണം അതേപോലെ വക്രത കൂടുതലാണ്. പാർട്ടി ഇവിടെ പറയുന്ന അപ്പുറത്തേന്ന് പറയും. അത് അവന്റെ കാര്യം, പാർട്ടിയല്ല അവന്റെ കാര്യം. വിജയുടെ പറയാൻ പറ്റില്ല. എന്റെ അഭിപ്രായത്തില് വിജയ് സിനിമ വിടാൻ പാടില്ല. പുള്ളി സത്യം പറഞ്ഞാൽ പുള്ളി നല്ലൊരു ആക്ടറാണ്. പക്ഷെ പുള്ളിയുടെ ആക്ടിങ്ങിനെക്കാട്ടിലും ഇഷ്ടം പുള്ളിയുടെ മനുഷ്യത്വമാണ്. പലരും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പം ഗിന്നസ് ബക്രു ആണെങ്കിൽ പോലും പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ പുള്ളിയെ പെട്ടെന്ന് പരിചയപ്പെട്ടു. സൂര്യയായിട്ട് പോലും 35-40 ദിവസത്തിന് ശേഷം ഭയങ്കരമായിട്ട് കമ്പനിയായ വിജയായിട്ട് പെട്ടെന്ന് കമ്പനിയായ പുള്ളി ഹാരിഷ് പേരടി തന്നെ പറഞ്ഞത്. ഹാരിഷ് പേരടി വന്നപ്പോൾ പുള്ളി എണ്ണീറ്റ് കൈ കൂപ്പി എന്നിട്ട് ഞാൻ വിജയാന്ന് പറഞ്ഞു. അത്ര എളിമ ആൾക്കാരോട് ഒരാർട്ടിസ്റ്റ്. പിന്നെ വിജയകാന്ത് സാറിന്റെ കാര്യം ഈ തമിഴില്ല സിനിമയും രാഷ്ട്രീയം ഭയങ്കര ബന്ധമുണ്ട്. സിനിമക്കാരാൻ രാഷ്ട്രീയം, MGR അല്ലെങ്കിൽ ജയലളിത, ഇവരെല്ലാം. അതാ ഞാൻ പറഞ്ഞ വിജയകാന്ത് സാറിന്റെ വീട്ടിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ടെന്ന് പറയാം. അത്രയും എന്താ പറയാ, ജെ വില്യംസ് ആ ക്യാമറമാന്റെ വീട്ടില് ഭയങ്കര പ്രശ്നങ്ങളും പട്ടിണിയായ സമയത്ത് ഷൂട്ടിന് വന്ന സമയത്ത് പൈസ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. ഏതോ ലൊക്കേഷനിൽ 13 പേർക്ക് ഫുഡ് കുറഞ്ഞപ്പോഴത്തേക്കിന് പുള്ളി തന്നെ അവർക്ക്. ഇതേപോലെ രജനീകാന്ത് നല്ലൊരു മനുഷ്യനാണ്. അപ്പം നല്ല മനുഷ്യര് എനിക്ക് തോന്നുന്നു ഈ മലയാളികളെക്കാട്ടി കൂടുതൽ നല്ലവരുള്ളത് തമിഴ്നാട്ടിലാണ്. തമിഴ്മാര് വളരെ ഇമോഷണൽ ആണെങ്കിൽ അവർ സിൻസിയറാണ്. മലയാളികൾ സിൻസിയറാണ് ഒറ്റ കാര്യത്തോടുള്ളൂ, പണത്തോട് മാത്രം. മലയാളി ബേസിക്കലി ഫ്രോഡുകളാണ്, വക്രത ഭയങ്കരമാണ്. അലൻ ജോസ് പെരേര ഇവിടെ ആൾക്കാരാണ് കേരളത്തിലുള്ളത്. സ്വാർത്ഥത, വക്രത, അസൂയ, ഇതെല്ലാം തമിഴ്നാട്ടിലുള്ളവർ ഭയങ്കരമാണ്. മനുഷ്യനായിട്ട് കാണുന്ന ആൾക്കാരാണ്. അല്ല, വിജയ് വരണമെന്ന് ഞാൻ പറയത്തുള്ളൂ. വിജയ് വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. കാരണം പുള്ളി, ഞാൻ പറയല്ലേ, പണ്ട് തൊട്ടേ പുള്ളി ആൾക്കാരോട് ഇടപഴകുന്ന രീതി, ആ പിള്ളേരെ സ്കൂൾ SSLCയുടെ പാസ്സായ പിള്ളേർ, ആ പുള്ളിക്ക് ആ ഒരു എളിമയുണ്ട്. എങ്ങനെയാണ് പുള്ളി ഇതിൽ നല്ല രീതിയിൽ പഠിച്ചിട്ടിറങ്ങിയാണ്. പുള്ളി രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ, അല്ല ജയിച്ചു കഴിഞ്ഞാൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും. എനിക്ക് 100% സുരേഷ് ഗോപി എന്താണ്? സുരേഷ് ഗോപി നല്ല മനുഷ്യനാണ്. രാഷ്ട്രീയം നോക്കാൻ നമുക്ക് ഇഷ്ടപ്പെടാൻ പറ്റും. ചെറിയ പോരായ്മകൾ പുള്ളി പറഞ്ഞിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ പോരായ്മകൾക്കൊപ്പം പുള്ളിയുടെ പിണറായി വിജയൻ കോമഡിയാണ്. അല്ലല്ല, ഞാൻ ചിരിച്ചു പോയതാ. എനിക്ക് ഇഷ്ടമല്ല. എന്റെ പ്രൊഫൈൽ എടുത്ത് നോക്കി ഞാൻ ഏത് രാഷ്ട്രീയക്കാരനാണ്. ചിലപ്പോ ആൾക്കാർ എന്നെ സംഖ്യയാക്കും, ചിലപ്പോ കൊങ്ങിയാക്കും. പക്ഷെ എന്റെ പ്രൊഫൈൽ എടുത്ത് കോൺഗ്രസ് പറയുന്ന ആൾക്കാർ, മനസ്സിലായോ? അവരെ കളിയാക്കി പറഞ്ഞാൽ ആൾക്കാർ കമന്റ് ഇടുന്ന കേസ് ഞാൻ പറഞ്ഞ. പക്ഷെ ഞാൻ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനാണെന്ന് അറിയാൻ വേണ്ടി എന്റെ പ്രൊഫൈൽ പോയി നോക്കിയാൽ മതി. എന്റെ അഭിപ്രായത്തില ഒരു കക്ഷി രാഷ്ട്രീയം ഉണ്ടാവാനാണല്ലോ. കാരണം ഒരു കക്ഷി രാഷ്ട്രീയം ഉപയോഗിക്കുക, അതിലേക്ക് മാത്രം ഓറിയന്റഡ് ആയിട്ട് നിഷ്പക്ഷമായിട്ട് പറയാൻ പറ്റില്ല. സുധാകരൻ സാർ നല്ല ഭരണമായിരുന്നു. ഗണേഷ് കുമാർ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ കഴിവുണ്ടായിരുന്നു, നല്ല രീതിയിൽ പോയതാണ്. പിന്നെ പിന്നെ ഉള്ള ഗണേഷിന്റെ ഫാദർ നല്ല രീതി, ഞാൻ പറഞ്ഞില്ലേ, ഗണേഷ് കുമാർ നന്നായിട്ട് ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരു പുള്ളിയായിരുന്നു. ഒരു രാഷ്ട്രീയക്കാരനാവണമെങ്കിൽ നല്ല മനസ്സും വേണം, വിവരവും വേണം. ചുമ്മാ വണ്ടിയുടെ പുറത്ത് നിന്നിട്ട് ഇങ്ങനെ കൈ കാണിച്ച് വോട്ട് മേടിക്കാൻ വന്നിട്ട് ഇപ്പൊ സെന്ററിലെ ഒരു പ്രശ്നമുണ്ട്, ഈ ഗാന്ധി ഫാമിലി പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് ആ രാഹുൽ ഗാന്ധി പിടിച്ചേക്കണം. ആ ഒരു ബൈസിങ് വന്നിട്ടുണ്ട്. കാരണം കഴിവുള്ള വേറെ പല ആൾക്കാരും ഉണ്ട്, അവർക്കൊന്നും വരാൻ പറ്റുന്നില്ല. പിന്നെ ഇതൊരു കോമ്പറ്റീഷൻ ആണല്ലോ, ഒരു ഫാമിലി ഇത് വരികയാണ്. ഗാന്ധി ഫാമിലി ഉണ്ടല്ലോ, ആ ഒരു ട്രഡീഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് മിടുക്കരായ പല ആൾക്കാർക്ക് വരാൻ പറ്റുന്നില്ല. ഇപ്പം നരേന്ദ്രമോദി ആണെങ്കിലും പിന്നെ ആരാ പറയാ, ഇപ്പം കോൺഗ്രസ് പാർട്ടിക്കാരാണെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കേരളത്തിലേക്ക് ഒരുപാട് മെഡിക്കൽ സ്റ്റോർ, ഇപ്പം കേന്ദ്ര സർക്കാരിന്റെ മെഡിക്കൽ സ്റ്റോർ ഉണ്ട്. പകുതി പൈസക്കാണ് അവിടെ മാർക്കറ്റ് ചെയ്യുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്
മുകേഷിനെ കുറിച്ച് രാഷ്ട്രീയം പുള്ളി മോശമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. പക്കയായിട്ട് ഞാൻ പുള്ളിക്ക് പറയാം, ഒന്നും അറിയില്ല. രാഷ്ട്രീയം മോശം, അഭിനയം പക്കയാണ്, പക്ഷെ രാഷ്ട്രീയം മോശം. അതിന് നല്ലത് ഗണേഷ് കുമാർ തന്നെയാണ്, അടിപൊളിയായിട്ട് പുള്ളിക്ക് പറ്റിയ ഫീൽഡ് ഉണ്ട്, അതെന്താന്ന് പറയുന്നത്. നാടകം കളിച്ചിട്ടുള്ള ആളാണ് മുകേഷിന് വേണ്ടി. നല്ല കേരളത്തിലെ 2021 മിക്ക കമ്മ്യൂണിസ്റ്റ് ഇലക്ഷനിൽ നിന്ന മിക്ക നേതാക്കന്മാർക്കും വേണ്ടി നാടകം കളിച്ചിട്ടുള്ള ആളാണ്. ഞാൻ തെരുവുനാടകം കളിച്ചിട്ടുള്ള ആളാണ്. അത് ഞാൻ ചെഗുവേരയുടെ ഫിഗറും ചെയ്തിട്ടുണ്ട്. സ്ത്രീ വന്ന നല്ല ഒരു സ്ത്രീ വരണമെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇപ്പം ടീച്ചർ നല്ലതായിരുന്നു, ടീച്ചറമ്മ അടിപൊളിയായിരുന്നു. കാരണം നല്ല ആരോഗ്യമന്ത്രി എന്ന നിലയിൽ അവർ ആ സമയത്ത് ചെയ്ത കാര്യങ്ങളൊക്കെ എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ പെണ്ണുങ്ങളായിട്ട് ആരോ ഉള്ളത് ഇപ്പൊ ആക്റ്റീവായിട്ടുള്ള വീണ ജോർജനും പോരാ. വേറെ പാർട്ടിയില് എനിക്കൊരു വി.ഡി. സതീശ വന്ന കുറച്ച് അതല്ല പെണ്ണല്ല, വി.ഡി. സതീശ വന്നാൽ കുറച്ച് നല്ലതായിട്ട് പോകും. പെണ്ണായിട്ടല്ല, അന്ന് ആക്സിഡന്റ് പറ്റിയ മേഡമില്ലേ, ആ പുള്ളിക്കാരി നല്ലതാണ്. നേരിട്ട് ഞാൻ പിന്നെ നമ്മളെ BJP-യിലാണെങ്കിൽ മറ്റേ ശോഭ അവര് വരണം. കാരണം അല്ലല്ല അവരെ അമ്പലപ്പുഴ അമേരിക്കയിൽ പോലും അമ്പലപ്പുഴ ഒരാൾ മരിച്ചു, പാർട്ടിയിലുള്ള ചെറിയൊരു ആളെ അവർ അങ്ങോന്ന് വണ്ടി വിളിച്ച് രാത്രിക്ക് ഇവിടെ വന്നു. മനസ്സിലായി? ഫിനാൻസ് മിനിസ്റ്റർ ഉണ്ടല്ലോ സെൻട്രൽ ഫിനാൻസ് മിനിസ്റ്റർ ഉണ്ടല്ലോ ലേഡി. വേറൊരു വ്യത്യാസം ഞാനൊരു അമേരിക്ക ഇലക്ഷന് കുഴപ്പമാണ്. അമേരിക്കയിൽ ഇതുവരെ പെണ്ണുങ്ങളെ പറയാ, അമേരിക്കയിൽ ഇതുവരെ ഒരു പ്രസിഡന്റ് പെണ്ണായിട്ടില്ല, ഒരു പെണ്ണ് പ്രസിഡന്റ് ആയിട്ടില്ല. ഇപ്പൊ ഹിലാരി ക്ലിന്റൺ, കമലാ ഹാരിസ്, ഇവർക്ക് ആർക്കും പറ്റുന്നില്ല. അല്ല ഞാനൊരു കേസ് പറഞ്ഞുതരാം. ജർമ്മനിയിലെ മെർക്കലായി, ഇംഗ്ലണ്ടിൽ പണ്ട് മാർഗരറ്റ് താച്ചറായി. അത് മാക്കണമെന്ന് പറയത്തുള്ളൂ. അമേരിക്കയിൽ ഇല്ല അത് തോന്നുന്നില്ല. ഇവിടെ അമേരിക്കയിൽ പോലും പറ്റുന്നില്ല. അമേരിക്കയിൽ പോലും അതെ സ്ത്രീയാണ്. കേരളം വളരെ മെയിൽ ഡോമിനേറ്റർ ആണ്, പുരുഷാധിപത്യമുള്ള സ്ഥലമാണ്. അല്ലല്ല കേരളത്തിലെ രാഷ്ട്രീയം പറഞ്ഞാൽ ഇപ്പം BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും ഈ പാർട്ടികളെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞാൽ മൊത്തം സാധാരണക്കാരാണ്. ഒന്നും പ്രതീക്ഷിക്കാതെ, അത് പണ്ട് ഒന്നും പ്രതീക്ഷിക്കാതെ അണികളാണ്. അതാണ് ഏറ്റവും വലിയ. നേതാക്കന്മാർ ശരിയല്ല, അണികൾ ശക്തി. അണികൾ നല്ല, നേതാക്കൾ ശരിയല്ല. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ആൾക്കാർ തന്നെ പറയുന്നത് ശരിക്കും പറഞ്ഞാല് ഞങ്ങൾക്ക് ഭരണം ഇഷ്ടമല്ല, ഞങ്ങള് മാറി ഊട്ടിയെന്നാണ് എന്റെ കുറെ. അല്ല, അണികൾ നല്ലതാണ്, പക്ഷെ നേതാക്കൾ പോരാ, നേതാക്കൾ ശരിയല്ല. ഇപ്പൊ നമ്മൾ പറയുന്നത് ഞാൻ പറയുന്നത് ചിലപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. ഞാൻ പറയുന്നത് നല്ല അനുഭവമുള്ള, ജീവിതാനുഭവമുള്ള, മനുഷ്യനെ മനസ്സിലാക്കുന്ന ഒരു ആള് വരണമെന്നാണ്. അടിപൊളിയായിരുന്നു ജീവിക്കുന്നതില്. ഞാൻ പറഞ്ഞില്ലേ, സുധാകരൻ സാറാണെങ്കിലും നന്നായിട്ട് അവിടെ ആലപ്പുഴ ആ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ നല്ല റോഡുകളും കാര്യങ്ങളും നല്ല രീതിയിൽ വികസനം കൊണ്ടുവന്ന ഒരു മനുഷ്യനാണ്. മനസ്സിലായോ? അപ്പം പല കാര്യങ്ങളും ഞാൻ പറഞ്ഞില്ലേ, സുരേഷ് ഏട്ടൻ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്, പോസിറ്റീവ് പറഞ്ഞിട്ടുണ്ട്. അതായത് നെഗറ്റീവിനൊപ്പം കൺക്ലൂഡ് ചെയ്യാം. ഞാൻ ആക്ച്വലി പഴയ കമ്മ്യൂണിസ്റ്റിന്റെ അനുഭാവിയാണ്. പക്ഷെ പ്രാക്ടിക്കലായി ചിന്തിച്ചു കഴിഞ്ഞാൽ ആം ആദ്മി പാർട്ടിയിൽ നല്ലതാണ്. കൺക്ലൂഡ് ചെയ്യണം, ആം ആദ്മി പാർട്ടിയിലെ വളരെ നല്ല ചെയ്യും, പക്ഷെ അവർ വരാൻ ടൈം എടുക്കും. ഇപ്പൊ പ്രാക്ടിക്കലായി ചിന്തിക്കുമ്പോൾ സെൻട്രലിലായാലും സ്റ്റേറ്റിലായാലും കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സൊല്യൂഷൻ, ഈ പറയുന്ന സൊല്യൂഷൻ ആണ്. ലോങ് ടേം അല്ല, ഒരു സൊല്യൂഷൻ വരണമെങ്കിൽ കോൺഗ്രസ് വരണം എന്ന് വിചാരിച്ച് നിങ്ങൾ അറിയണം. ഞാൻ കോൺഗ്രസ് അനുഭാവിയല്ല, ഞാൻ പഴയ കമ്മ്യൂണിസ്റ്റിന്റെ അനുഭാവിയാണ്. ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയല്ല. ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് മനുഷ്യത്വവും ഇല്ല, വിവരവും ഇല്ല, വെറും ഗുണ്ടകളാണ്. അല്ല, നേതാക്കൾ അണികളല്ല. അണികൾ പാവങ്ങൾ, നേതാക്കളാ പറഞ്ഞു. എനിക്ക് പോകാൻ സമയം, ഞാൻ പോട്ടെ. പോവാണോ? ഓക്കെ, സന്തോഷം. ഓക്കെ, ബൈ.